സോ ബേസിക്കലി ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അത് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഇപ്പം ചില ആൾക്കാർ യൂഷ്വലി പറയും എനിക്ക് തലയിൽ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് പറയാറുണ്ട്. ചിലർ പറയാറുള്ളത് ഞാൻ 2 ദിവസത്തിന് മേലെ തല നനച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അധികമായിട്ട് തോന്നാം. ഇതൊക്കെ ഡാൻഡ്രഫിൻ്റെ വേരിയസ് പ്രസൻറ്റേഷൻസാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ പിന്നെ ഒരു ഡാൻഡ്രഫ് കേസ് വരുമ്പം നമ്മൾ പിന്നെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ് ഓൾവേസ് പിന്നെ ലൈഫ് സ്റ്റൈലാണ്. കാരണം ഈ ഫംഗൽ ഇൻഫെക്ഷൻസും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ലാത്ത ആൾക്കാരിൽ പലപ്പോഴും ഈ ഡാൻഡ്രഫിൻ്റെ ഒരു ഇൻസിഡൻസ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോപ്പർ ഹെയർ കെയർ ആണ്. അതായത് നമ്മൾ നമ്മുടെ പിന്നെ സ്കാൽപ്പ് ഇതിലൊക്കെ ഒരുപാട് ഡേർട്ടും ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഹാർഷ് ആയിട്ടുള്ള എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ലൈക്ക് സിവിയർ സൺലൈറ്റ്, പിന്നെ ഡസ്റ്റ്, ഇതുപോലുള്ള സാധനങ്ങൾ വരുമ്പോൾ നിങ്ങൾ സ്കിന്നിൻ്റെ ഹെൽത്തിനെ അത് സാരമായിട്ട് ബാധിക്കും. വിച്ച് മേക്സ് ഇറ്റ് ഒരു ഫംഗസ് ഇൻഫെക്ഷനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രോപ്പർ ഹെയർ കെയർ കൊടുക്കുക എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഹെയർ ഓയിലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം ഓയിൽ ചെയ്തിട്ട് കൂടുതലാവുന്നവർ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ട് വേണം ഓയിലിംഗ് ചെയ്യാൻ. ഈ ഡാൻഡ്രഫിനെ കോമ്പാറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻസിനെ കോമ്പാറ്റ് ചെയ്യാനുള്ള ചില ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ ചില എലിമെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതും എന്നിട്ട് അതിനെ ഷാംപൂ ചെയ്തിട്ട് കളയുക. പലപ്പോഴും ആൾക്കാർ വീക്ക്ലി വൺസ് ആയിരിക്കും ഷാംപൂ ചെയ്യുക. ഓയിൽ ചെയ്യുന്ന ദിവസം തന്നെ ഷാംപൂ ചെയ്യുമ്പം നിങ്ങളുടെ സ്കാൽപ്പ് കുറേ കൂടി ക്ലീൻ ആവും. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഓയിൽ ചെയ്തിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ ദർ ഇസ് എ ടെൻഡൻസി, ഒരുപാട് ഡേർട്ടും ഇതൊക്കെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് അന്ന് തന്നെ ഷാംപൂ ചെയ്തിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെൻഡൻസി കുറേ കുറവായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഡാൻഡ്രഫിൻ്റെ ഇൻസിഡൻസ് കുറക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ സിവിയറിറ്റി കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ബട്ട് അതൊരു ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു 1 സിറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു 2 സിറ്റിങ്ങിലോ തീരുന്നൊരു പ്രശ്നം ഡെഫിനറ്റ്ലി അല്ല. കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ്ലി നമ്മളെ ഹെയർ കെയറും സ്കാൽപ്പ് ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം കോമ്പാറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷനാണ്. ചില കേസസിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും യൂഷ്വലി ഡാൻഡ്രഫ് അങ്ങനെ ഫുള്ളി മാറാത്തതായിട്ട് കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ അവരുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്കിൻ ഇൻ ജനറൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗട്ട് ഹെൽത്ത് കൊണ്ടാണ് ഇവർക്കിത് വന്നതെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്.